ഓംകാരധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ പെരുമാളിന് ഇളനീരഭിഷേകം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇളനീരാട്ടത്തിന് സാക്ഷികളായത്. കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ മഴയിലും ഭക്തിയിലും ലയിച്ച് ഓംകാരമന്ത്രത്തോടെ കൊട്ടിയൂർ പെരുമാളിനെ മനസ്സിൽ ധ്യാനിച്ച് ഇളനീരാട്ടത്തിന് സാക്ഷികളായി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 121ഓളം ഇളനീർ മഠങ്ങൾ, വ്രതമെടുത്ത ഇളനീർ സംഘാംഗങ്ങൾ ഇളനീരാട്ടത്തിനായുള്ള ഇളനീരുമായി എരുവട്ടിക്കാവിൽ നിന്നും പുറപ്പെടുന്നു. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവൻ അയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. കൊട്ടിയൂരിലെത്തുന്ന ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ കിഴക്കേ നടയിൽ ചന്ദ്രശേഖരൻ മാക്കൂലിൽ തമ്പടിക്കുന്നു. അവർ ഇളനീർ വെപ്പിനായി മുഹൂർത്തം കാത്തുനിൽക്കും. രാത്രിയിലെ പന്തിരടി പൂജ കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ ഭണ്ഡാരത്തിനടുത്ത് കുടിപതിമാരിലെ കാരണവർ വെള്ളിക്കിടാരം സ്ഥാപിക്കും. ശ്രീഭൂതബലി കഴിയുന്നതോടെ തിരുവഞ്ചിറയിൽ കിഴക്കേ നടയിലെ നിർദ്ദിഷ്ട സ്ഥാനത്ത് കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വയ്ക്കും. ഈ ചടങ്ങ് കഴിയുന്ന നിമിഷം മുതൽ കിഴക്കേ നടയിൽ നിന്നും വ്രതക്കാർ കുതിച്ചുപാഞ്ഞ് തിരുവഞ്ചിറയിൽ എത്തി തട്ടുംപോളയെ വലം വെച്ച് ഇളനീർക്കാവുകൾ സമർപ്പിച്ച് വെള്ളിക്കിടാരത്തിൽ കാണിക്കയർപ്പിച്ച പടവുകൾ കയറും. കിഴക്കേ നടയിലെ കാൽപ്പടവുകളിൽ ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വീരഭദ്രനെ വണങ്ങി കാണിക്കയർപ്പിച്ച അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോകുന്നു. വ്രതക്കാരെല്ലാം ഇളനീർ സമർപ്പിച്ചു കഴിഞ്ഞാൽ എരുവട്ടിത്തണ്ടയാൻ പരിവാരസമേതം പടിഞ്ഞാറേ നടവഴി സന്നിധാനത്തിലെത്തി തൃക്കൈക്കുട സമർപ്പിക്കുന്നു. ഇതോടെ ഇളനീർ വെപ്പ് ചടങ്ങ് പൂർത്തിയാകുന്നു. ഇളനീർ വെപ്പ് കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ കൈക്കോളന്റെ നേതൃത്വത്തിൽ കൈക്കോളന്മാർ ഇളനീരുകൾ കാവുകളിൽ നിന്ന് വേർപെടുത്തി ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നു. കത്തിത്തണ്ടയാന്മാർ സമർപ്പിച്ച കത്തികൾ ഉപയോഗിച്ചാണ് ഇളനീർ ചെത്തിയൊരുക്കുക. ആ ദിവസം രാത്രി ദൈവത്തിന്റെ വരവ് എന്ന സവിശേഷ ചടങ്ങ് നടക്കും. പുറങ്കലയൻ എന്ന സ്ഥാനീകൻ മുത്തപ്പൻ ദൈവക്കോലം ധരിച്ച് എഴുന്നള്ളുന്ന ചടങ്ങാണിത്. അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്ത് എത്തി അരിയും കളഭവും സ്വീകരിച്ച് മടങ്ങും. അനുമതി നൽകി ദൈവം മടങ്ങിയാൽ ഇളനീരാട്ടം ആരംഭിക്കും. പാലക്കുന്നം നമ്പൂതിരി രാശി വിളിക്കുന്നതോടെയാണ് ഇളനീരാട്ടം ആരംഭിക്കുക. അദ്ദേഹം 3 ഇളനീരുകൾ കൊത്തി ഉഷകാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കുകയും ആ ഇളനീർ തീർത്ഥം മന്ത്രം ചൊല്ലി സ്വയംഭൂശിലയിൽ അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് പരികർമ്മികളായ ബ്രാഹ്മണർ ഇളനീരുകൾ കൊത്തി വെള്ളിക്കുടങ്ങളിലാക്കുന്നു. പിന്നീടത് സ്വർണക്കുടത്തിലേക്ക് പകർന്ന് ഇടമുറിയാതെ അഭിഷേകം ചെയ്യുന്നു. ഇളനീരഭിഷേകം കണ്ട് നിർവൃതിയിൽ പെരുമാളിന്റെ അനുഗ്രഹവും തേടി ഭക്തജനങ്ങളുടെ മടക്കം.